അധ്യായത്തിൻ്റെ 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി നിൽക്കുകയായിരുന്നു. അപ്പോൾ യേശു തമ്പുരാൻ അതിലേക്ക് കടന്നു വന്നു. യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, എമോറോദാലോഹോ, ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാ നമ്മുടെ ഇടയിൽ നിൽക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള യോഹന്നാൻ മാബ്ദാനയുടെ സാക്ഷ്യമാണ് അത്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ അറുപ്പാനായി ഒരുക്കപ്പെട്ട കുഞ്ഞാട് അവൻ ഇവനാകുന്നു എന്ന് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവൻ പറഞ്ഞത് ആ ശിഷ്യന്മാർ കേട്ട് ആ 2 പേരും യേശുവിൻ്റെ പിന്നാലെ പോയി. യോഹന്നാൻ്റെ ഈ സാക്ഷ്യം കേട്ട മാത്രയിൽ യോഹന്നാൻ്റെ ശിഷ്യന്മാർ ക്രിസ്തു ശിഷ്യന്മാരായി തീരുകയാണ്. യേശു തിരിഞ്ഞ് തൻ്റെ പിറകെ വരുന്നവരെ നോക്കി അവരോട്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ അവനോട്, ഗുരു, അങ്ങ് എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. ന്യായമായ ഒരു ചോദ്യമാണ്. ലോകപ്രകാരം ചിന്തിച്ചാൽ യേശുവിനേക്കാൾ 6 മാസം പ്രായത്തിൽ മൂപ്പുള്ള സീനിയറായിട്ടുള്ള പുരോഹിതൻ്റെ മകൻ എന്ന് അറിയുന്ന ദീർഘദർശിയായി എല്ലാവരും ഗണിച്ചിരിക്കുന്ന തികഞ്ഞ സന്യാസിയായ യോഹന്നാൻ മാബ്ദാന. സത്യം പറഞ്ഞാൽ അന്ന് യേശു അത്രമാത്രം ആ സമൂഹത്തിൽ പ്രചാരം നേടിയിട്ടില്ല. യോഹന്നാനാണ് യേശു ക്രിസ്തുവിനെ യോർദാനിൽ വെച്ച് വെളിപ്പെടുവാനുള്ള സാക്ഷ്യമായി, മുന്നോട്ടക്കാരനായി അവതരിക്കപ്പെട്ടത്. അവിടെ വെച്ചാണ് പറയുന്നത്, ഇതാ ഇവനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. അവിടെയാണ് ക്രിസ്തു ലോകത്തിലേക്ക് വെളിപ്പെടുന്നത്, ഉദയം നമ്മിൽ സംജാതമാകുന്നത്. അതോടെ യോഹന്നാൻ മാബ്ദാനയുടെ ജോലി ഏതാണ്ട് അവസാനിക്കുകയാണ്. ബാറ്റൻ ദൈവപുത്രനെ ഏൽപ്പിച്ച് യോഹന്നാൻ പിൻവാങ്ങുന്ന സമയത്താണ് യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ പുറകെ വന്നു, നിങ്ങൾക്ക് ഞാൻ ജലം കൊണ്ടുള്ള സ്നാനം നൽകി, എന്നാൽ പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം ചെയ്ത് ഈ ലോകത്തിന് മുക്തി കൊടുക്കുന്നവൻ ഇതാ ഇവനാകുന്നു, ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതുകൊണ്ട് നിങ്ങൾ അവനെ പിൻപറ്റുക. ഇവിടെ നമ്മുടെ ചിന്തകളിലേക്കൊന്ന് കടന്നു വരണം. പലപ്പോഴും ഓർക്കാറുണ്ട്, എന്നെക്കാൾ ഒരല്പം ജൂനിയറായിട്ടുള്ള ഒരാൾ, അയാളെ ആദരിക്കുവാൻ, എൻ്റെ ഒരു ശിഷ്യനെ ബഹുമാനിക്കുവാൻ, ഇവനാണ് യഥാർത്ഥ ഗുരു എന്ന് പറയുവാനുള്ള ഒരു ധൈര്യം, ചങ്കുറപ്പ് ഒക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവുക അത്ര എളുപ്പമല്ല. ഭാരതീയ പാരമ്പര്യത്തിൽ അതുണ്ട്. ശിഷ്യ, നീയാണ് ഗുരു എന്ന് പറഞ്ഞ് ശിഷ്യരെ ആദരിക്കുന്ന, ഇനി ഇവന് ശിക്ഷപ്പെട്ടു കൊള്ളുക എന്ന് പറയുന്ന പാരമ്പര്യം പൗരസ്ത്യ പാരമ്പര്യത്തിലുണ്ട്. പക്ഷെ അവിടേക്ക് ഗുരു വളരണമെങ്കിൽ ഏറെ പ്രയാസമാണ്. ഇവിടെ യോഹന്നാൻ മാബ്ദാന ക്രിസ്തുവിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. സമയത്തിരുക്കം കൊണ്ട് എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അവൻ്റെ പുറകെ വരുന്നത് കണ്ടപ്പോഴാണ് കർത്താവ്, നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? യു ആർ ഡിസൈപ്പിൾസ്, നിങ്ങൾ ശിഷ്യരാണ്. ശിഷ്യർ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുന്നവരാണ്, സത്യത്തെ അറിയുവാൻ തീർത്ഥാടനം നടത്തുന്നവരാണ് ശിഷ്യർ എന്ന പദത്തിന് യോഗ്യതയുള്ളവർ. ശിക്ഷണം എന്ന വാക്കൊക്കെ അതിൽ നിന്നുണ്ടാകുന്നതാണ്. വഴക്ക് പറയുക, ശിക്ഷിക്കുക, അതൊക്കെ നന്നാകാൻ വേണ്ടിയാണ്.
ഇന്ന് ഇല്ലാതെ പോകുന്നതും അതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ശിഷ്യർ അല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ഗുരുക്കന്മാർ തന്നെ വഴിപിഴച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുന്നത്. ശിക്ഷണം എന്നത് ഒരു പദ്ധതിയാണ്, ഒരു പരിശീലനമാണ്. അപ്പോൾ അവിടെ ഗുരു ആദ്യം അറിയണം, നിങ്ങൾ എന്തിനാ എൻ്റെ പിന്നാലെ വരുന്നത്? വൈ യു ആർ ഫോളോയിങ് മീ? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? വാട്ട് യു ആർ സെർച്ചിങ് ഫോർ? കൃത്യമായ ഉത്തരം ഗുരുവിന് കിട്ടണം. അപ്പോൾ അവരാദ്യം ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കുക, നീ എവിടെയാണ് താമസിക്കുന്നത്? എൻ്റെ വീട് എവിടെയാണ്? എൻ്റെ പിന്നാലെ വന്നാൽ ഒരു കംഫർട്ടായിട്ട് കിടന്നുറങ്ങാനൊരു സ്ഥലം കിട്ടുമോ? നിൻ്റെ വീട്ടിൽ കുക്കുണ്ടോ? ഭക്ഷണം കിട്ടുമോ? നിനക്ക് നല്ല കാറുണ്ടോ? എൻ്റെ ഇപ്പോഴത്തെ പുതിയ കാറുകളുടെ പേരൊന്നും ഞാൻ പറഞ്ഞ് കുഴപ്പമാക്കുന്നില്ല. അതൊക്കെ ഉണ്ടോ? സൗകര്യമൊക്കെ ഉണ്ടോ? നിൻ്റെ പിന്നാലെ വന്നാൽ എന്ത് കിട്ടും? ഇത് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. പത്രോസ് ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്, ആട്ടെ നിൻ്റെ പിന്നാലെ വന്നാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആണ് ഇവിടുത്തെ കഥാപാത്രം. അന്ത്രയോസിനെ കുറിച്ച് പറയുന്നത് ഹി വാസ് എ സെക്കൻഡ് ജൂനിയർ. യോഹന്നാൻ കഴിഞ്ഞാൽ കൂട്ടത്തിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റാണ്. കർത്താവിനെ പിൻപറ്റുമ്പോൾ അവന് 18 വയസ്സ് താഴെ മാത്രമേ പ്രായമുള്ളൂ. വളരെ ചുറുചുറുക്കോടുകൂടി മുന്നിൽ ഓടുന്നവരുടെ കൂട്ടത്തിലുള്ളതാണ്. പത്രോസിന് പ്രായമുണ്ട്. പത്രോസിൻ്റെ ഏറ്റവും ഇളയ സഹോദരനാണ് അന്ത്രയോസ്. അപ്പോൾ എന്താണ് കിട്ടുക? നീ എവിടെയാണ് വസിക്കുന്നത്? കർത്താവ് പറയുന്ന ഉത്തരം വളരെ രസകരമാണ്. കം ആൻഡ് സീ. ഞാൻ എവിടെയാണ് വസിക്കുന്നത് എന്നതിന് ഉത്തരം നീ വന്ന് കാണുക. ദൈവം വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്, ഹൃദയത്തിലായിരിക്കണം. അതിൻ്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും കംഫർട്ട് സോണിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അരമനകളിൽ, ഭരണകേന്ദ്രങ്ങളിൽ, സിംഹാസനങ്ങളിലാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവനെ ക്രിസ്തുവിനെ പിൻപറ്റുന്നവനാകാൻ ഒക്കുകയില്ല. സഭ സമൂഹത്തിൻ്റെ ഭാഗമായി ഒരു പരിധിവരെ സ്ഥാപനവൽക്കരിക്കപ്പെടുമ്പോൾ അതിന് സിംഹാസനമുണ്ടാകും, അതിന് സ്ഥാപനങ്ങളുണ്ടാകും, അതിന് ഭരണഘടനയുണ്ടാകും, ഭരണ സൗകര്യങ്ങളുണ്ടാകും. എന്നാൽ അവിടെയൊക്കെ ഇരിക്കുന്നവർക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ടാകണം, ഞാൻ ക്രിസ്തുവിൻ്റെ പിൻഗാമിയാണ്, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. എൻ്റെ ഈ താൽക്കാലിക സൗകര്യങ്ങളൊക്കെ ഈ ലോകത്തിൻ്റെ ചില ക്രമപ്രകാരം വന്നുപെട്ടിട്ടുള്ളതാണ്. എൻ്റെ യഥാർത്ഥ സിംഹാസനം ക്രിസ്തുവിലുള്ള ത്യാഗോജ്വലമായ ജീവിതമാണ്. അത് കുരിശെങ്കിൽ കുരിശ്, മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ എങ്കിൽ അത് സഹിക്കുവാനുള്ള മനസ്സ് ആണ് എന്നിൽ ഉണ്ടാകേണ്ടത് എന്ന് ചിന്തിക്കുന്നവനെ ക്രിസ്തു ശിഷ്യൻ ആകുവാൻ കഴിയും. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ഞാൻ നിനക്ക് പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. ഇതുപോലെയുള്ള അനേകം വാക്യങ്ങൾ കാണാം. നീ എവിടേക്കാണ് പോകുന്നത്? തോമാസ് ലീഗ ചോദിക്കുകയാണ് ഒരിക്കൽ. അപ്പോൾ പറയുകയാണ്, മോനെ ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. നിങ്ങൾ ലോകപ്രകാരമുള്ള ഒരു സ്ഥലത്ത് എന്നെ തിരയുന്നുവെങ്കിൽ നിങ്ങൾ നിരാശപ്പെടും. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുമ്പോൾ ആ വലിയ അനുഭവം അവിടെ, അതുകൊണ്ടാണ് വന്ന് കാൺമീൻ എന്ന് അവരോട് പറയുന്നത്. അവർ കർത്താവിൻ്റെ പുറകെ പോയി. അവിടെ പ്രത്യേകം പറയുകയാണ്, അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശീമോനെ, ആദ്യം അന്ത്രയോസാണ് കേൾക്കുന്നത്. യേശുവിൻ്റെ പുറകെ പോയവരിൽ ഒരുവൻ ശീമോൻ്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നുവെന്ന് യോഹന്നാൻ ശ്ലീഹ സാക്ഷിക്കുകയാണ്. അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ശീമോനെ കണ്ട് അവനോട്, ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സഹോദരന്മാർ തമ്മിലുള്ള ഒരു പാരസ്പര്യത,
ഒരു മനസ്സിലാക്കൽ, മനപ്പൊരുത്തം. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, പത്രോസ് വളരെ സീനിയറാണ്. മനസ്സിലാക്കുന്ന രേഖകൾ വെച്ച് പത്രോസും അന്ത്രയോസും തമ്മിൽ ഒരു 10-15 വയസ്സിൻ്റെയെങ്കിലും വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ ഇരിക്കുന്ന തലമുറയിലൊക്കെ 4-5 സഹോദരങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം മുതിർന്നവർ. ഇപ്പോഴത്തെ ചെറുബാല്യങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ പോലും മനസ്സിലാകില്ല. പേരിന് 1, അല്ലെങ്കിൽ അല്പം എക്സാജറേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ 1, 1.5 ഇപ്പോൾ. അതും സഹോദരങ്ങൾക്ക് ഒരുമിച്ച് വസിക്കാനൊന്നുമുള്ള സാഹചര്യം നമുക്കില്ല. 2 കുഞ്ഞുണ്ടെങ്കിൽ 4 മുറികളുണ്ടാകും. അത്തരത്തിലുള്ളൊരു കാലഘട്ടമാണ്. ആയിക്കോട്ടെ, സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിൽ തെറ്റൊന്നും നമ്മൾ പറയണ്ട. എന്നാൽ സഹോദരങ്ങൾ തമ്മിലുള്ള പാരസ്പര്യത, ഒരു പായിൽ ഒരു തലയണയിൽ 5 പേർക്ക് ഒന്നിച്ച് ഉറങ്ങുവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള മക്കളിൽ ഒരാളാണ് ഞാൻ. നിങ്ങളിലും സീനിയേഴ്സിനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ചെറുതലമുറകൾക്ക് അതില്ല. എൻ്റെ വിഷയം ഇവിടെ ഈ കുഞ്ഞനുജൻ വന്നിട്ട് ചേട്ടനോട് പറയുകയാണ്, ചേട്ടൻ വലിയ മിടുക്കനാണ്. പക്ഷെ അനിയൻ ചെന്നിട്ട് ചേട്ടനോട് പറയാണ്, നമ്മൾ അന്വേഷിക്കുന്ന മശിഹായെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇന്നത്തെ വലിയ ചേട്ടന്മാരാണെങ്കിൽ സമ്മതിക്കും, പോടാ വിടുന്ന്, കൊച്ചു പയ്യൻ, സീനിയറായിട്ട് പോലും ഇല്ല. അപ്പം മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു, മശിഹായൊക്കെ ഞങ്ങൾ കണ്ടെത്താം. ഇതാണ് നമ്മൾ സാധാരണ പറയുക, അല്ലേ? നമ്മുടെ താഴെയുള്ളവർ, ജൂനിയേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ അനിയന്മാരെ, അവരെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കൂ. ഇത് നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇവിടെ പത്രോസ് അന്ത്രയോസിൻ്റെ ഈ സൂക്ഷ്മത കണ്ടിട്ട്, അവൻ്റെ ഈ വലിയ ശുഷ്കാന്തി കണ്ടിട്ട്, ക്രിസ്തുവിലുള്ള എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് പത്രോസ് അന്ത്രയോസിനെ അനുഗമിച്ച് യേശുവിനെ കണ്ടെത്തുകയാണ്. വാത്സല്യമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് എന്ന് ഓർക്കുവാൻ നമുക്ക് ഇടയാകണം. ദനഹാപ്പെരുന്നാളിന് ശേഷമുള്ള ഈ കാലം ശിഷ്യത്വത്തിൻ്റെ കാലമാണ്. ശിഷ്യരെ ചേർത്ത് നിർത്തുന്ന കാലമാണ്. നമ്മുടെ സഭയുടെ കലണ്ടർ പ്രകാരം നോക്കിയാലും ഒരു കാര്യം കൂടെ പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഇന്നലെ മകരപ്പെരുന്നാൾ എന്ന് പറഞ്ഞ് നമ്മുടെ പുതിയകാവ് സെൻറ് മേരീസ് കത്തീഡ്രലിൽ പെരുന്നാളിൽ പങ്കെടുക്കുകയായിരുന്നു. ഒരു ക്രിസ്തു ശിഷ്യൻ, അഹത്തള്ള ഭാവ, അദ്ദേഹത്തിൻ്റെ 372ാമത് പെരുന്നാളായിരുന്നു ഇന്നലെ. ഭാരതത്തിൽ സഭയ്ക്ക് ക്ഷാനുഭവിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനാൽ അറിഞ്ഞ്. അവിടുത്തെ പീഡനങ്ങളുടെയൊക്കെ കാലമാണ്. നമ്മൾ ഒരിടത്ത് പീഡിപ്പിക്കപ്പെടുമ്പോൾ മറ്റൊരിടത്ത് സഭ വളരും. നീ അങ്ങോട്ട് ചെല്ലണം, യാത്ര ചെയ്ത് ഭാരതത്തിലെത്തുകയാണ്. എന്നാൽ അന്നത്തെ പോർച്ചുഗീസ് അധികാരികൾ അദ്ദേഹത്തെ തുറങ്കലിൽ അടയ്ക്കുകയോ കപ്പലിലെ ജയിലിലിടുകയോ ഒടുവിൽ മൈലാപ്പൂരിൽ വെച്ച് അദ്ദേഹത്തിനെ നമ്മുടെ 2 ശമ്മാശന്മാരെ കാണുവാൻ, അന്നത്തെ 2 ശമ്മാശന്മാരെ, തോമാസ് ലീഗായുടെ കബറിടം സന്ദർശിക്കുവാൻ പോയ ശമ്മാശന്മാരെ കാണുവാനിടയായെന്നും അവിടെ വെച്ച് അവരോട് സംസാരിച്ചുവെന്നും, ഞാൻ കേരളത്തിലേക്ക് വന്നതാണ്, പക്ഷെ കേരളത്തിൻ്റെ തീരത്തൂടെ പോയി കന്യാകുമാരി വഴി അങ്ങ് മൈലാപ്പൂരിൽ എത്തിച്ചു, ഇനിയും എനിക്ക് കേരളം കാണുവാൻ സാധിക്കുമോ എന്നറിയില്ല. നിങ്ങൾ ഈ വാർത്ത കേരളത്തിൽ എത്തിക്കണം. സഭയുടെ ചുമതലപ്പെട്ടവരെ, അന്ന് തോമസ് അർക്കദിയാക്കോൻ്റെ കാലമാണ്, അറിയിക്കണം. എന്നിട്ടൊരു ഉപദേശം അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ 12 വൈദികർ ചേർന്ന് ഒരു വൈദികനെ മെത്രാപ്പോലിത്തയായി അഭിഷേകം ചെയ്യണം. ഞാനതിനാ വന്നത്, പക്ഷെ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങളത് ചെയ്ത് സഭയെ നിലനിർത്തണം. പിന്നീട് ഒരു മെത്രാപ്പോലിത്ത വരുമ്പോൾ ആ ആൾക്ക് അദ്ദേഹത്തിൽ നിന്ന് പട്ടം സ്വീകരിക്കാം. അവിടെയാണ് 17-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൻ്റെ ആരംഭത്തിൽ 1653 കൂനൻകുരിശ് സത്യവും തുടർന്ന് ഈ സഭയുടെ ആധുനിക ചരിത്രവും ഉണ്ടാകുന്നത് എന്ന് നാം ഓർക്കണം. എന്താണിത് കാണിക്കുന്നത്? ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ദൗത്യം ഏറ്റെടുത്ത പിതാക്കന്മാർ എക്കാലത്തും ലോകമെമ്പാടുമുള്ള സഭയുടെ ഉൽഗതിക്കും ശാന്തിക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്നാണ് അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസും എൽദോമാർ ബസേലിയോസും
ഒക്കെ മലയാളത്തിലേക്ക് എഴുന്നള്ളുന്നതും മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ ഈ സഭയെ പൗരോഹിത്യത്തിൽ നിലനിർത്തുവാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നതൊക്കെയും ചെയ്യുകയും അങ്ങനെ ഒരു സഭയായി നിലനിൽക്കുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല, അതൊക്കെ കഴിഞ്ഞാണ്. അതിനപ്പുറത്ത് ഇറാഖിൽ നിന്നും മൊസൂളിൽ നിന്ന് പൗരസ്ത്യ കാതോലിക്കന്മാരിൽ നിന്ന് അപ്പുറത്ത് പാശ്ചാത്യ സഭയുടെ പാത്രിയർക്കീസ്മാർ വന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കാതോലിക്ക വേണ്ട, ഇവിടെ സഭ വേണ്ട. അങ്ങനെയുള്ളൊരു ശ്രമം മുന്നോട്ട് നടത്തി അതില്ലാതെയാക്കാൻ വേണ്ടിയുള്ള അവസാനം ചെയ്ത പരിപാടിയാണ് തോമാസ് ലീഗായ്ക്ക് സിംഹാസനം വേണ്ട, അപ്പോൾ എല്ലാം ഞങ്ങളുടെ അടിമത്വത്തിൽ നിന്നുകൊള്ളും. ദൈവത്തിൻ്റെ വലിയ കൃപയായി ഇന്നും സത്യത്തിൻ്റെ സഭയായിട്ട് നിലനിൽക്കുവാൻ നമുക്ക് കഴിയുന്നു. ചിലപ്പോഴൊക്കെ ചെറിയ 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 പ്രതിസന്ധികളുണ്ടാകും. ഇന്നലെയും സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ സഭ മലങ്കര സഭയാണ്. അതിൽ കക്ഷികളുണ്ടാകാം, പല കക്ഷിയുണ്ടാകാം, പക്ഷെ മലങ്കര സഭ ഒന്നേ ഉള്ളൂ. ആ സഭയ്ക്ക് ഒരു ഭരണഘടനയേ ഉള്ളൂ. അതൊന്നും ഞങ്ങൾ പറഞ്ഞിടത്തുനിന്നൊന്നും ഞങ്ങൾ മാറൂല്ല. പിന്നെ ഏത് കക്ഷിയിൽ എത്ര പേരുണ്ട് അതൊക്കെ ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി കണക്കെടുപ്പൊക്കെ നടത്തും. കണക്കൊക്കെ എടുത്തോട്ടെ. എന്നാൽ ഈ സഭ ഒന്നേ ഉള്ളൂ. ഇതിനെ വിഭജിക്കുവാനോ ഇതിനെ അടിമപ്പെടുത്തുവാനോ, അങ്ങനെ അടിമത്വത്തിൻ്റെ സുഖത്തിൽ നിന്ന് യാതൊരു യോഗ്യതയുമില്ലാത്തവർക്ക് അധികാര കസേരകളിൽ ഇരിക്കുവാനോ സാധിക്കുകയില്ല. ഇത് അധികാര കസേരയുടെ പ്രശ്നമല്ല, ഇത് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്. ആ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായി പരിശുദ്ധ റൂഹായാൽ നയിക്കപ്പെടുന്ന ഒരു സഭയായിട്ട് ഇതെക്കാലത്തും മുന്നോട്ട് പോകും. ഇന്നലെ ഒരു നിയമസഭാ സാമാജികൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, തിരുമേനി ഒന്നും പേടിക്കണ്ട കേട്ടോ, ബില്ലൊന്നും വരികയില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബില്ല് വരില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബില്ലൊന്നും കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിൻ്റെ ശുപാർശയൊന്നും വേണ്ട. വളരെ സ്നേഹത്തോടെ പറഞ്ഞു, നിൻ്റെ ശുപാർശയൊന്നും വേണ്ട. ബില്ല് കൊണ്ടുവരാൻ കോടതി സമ്മതിക്കില്ല, പരിശുദ്ധാത്മാവ് സമ്മതിക്കില്ല, ഈ സഭയെ ഉപദ്രവിക്കാൻ സമ്മതിക്കുകയില്ല. ഫറവോന്റെ കാലത്ത് ഇസ്രായേലിനെ വിടുവിപ്പാൻ പല കാര്യങ്ങൾ ചെയ്തു. ഓരോ തവണയും ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. ഒടുവിൽ മുച്ചൂടും അവനെ ഇല്ലാതാക്കി. അതുകൊണ്ട് അതിലൊന്നും പേടിക്കണ്ട. ഇങ്ങനെ മാറി മാറിയൊക്കെ നിൽക്കുന്നത് ഇതെല്ലാം നന്മയുടെ പാതയിൽ, സഹനത്തിൻ്റെ പാതയിൽ ഈ സഭ മുന്നോട്ട് പോകുവാൻ വേണ്ടിയുള്ള സ്വർഗീയമായ സംവിധാനങ്ങളാണ്. നമ്മൾ ഭാരപ്പെടേണ്ട, അഹങ്കരിക്കേണ്ട, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നീതി നിരങ്ങി വരുമെന്ന് പരിശുദ്ധ പൗലോസ് സ്തുതിയൻ ബാവ പറഞ്ഞതുപോലെ പരിശുദ്ധ മാത്യൂസ് സ്തുതിയൻ ബാവ ഇപ്പോൾ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, പ്രാർത്ഥിക്കൂ, പ്രവർത്തിക്കൂ. അശരണർക്ക് സഹായഹസ്തമായി നീ എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞ് അവനെ ചേർത്ത് നിർത്തൂ. സഭയുടെ കാര്യം പരിശുദ്ധ റൂഹ നോക്കിക്കൊള്ളും. ആ ബലത്തിൽ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇതെല്ലാം ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹല്ലേലൂയ ദ്വേഷികളെ